വിജയം എന്നത് സംരംഭകനെ സംബന്ധിച്ചിടത്തോളം ഒന്ന് വെച്ചാൽ രണ്ട് കിട്ടുന്നതിനാണ് വിജയം എന്ന് പറയുന്നത്. രണ്ട് വെച്ചിട്ട് ഒന്ന് കിട്ടുന്നവനെ, രണ്ട് മുടക്കിയിട്ട് ഒന്ന് എടുത്തുകൊണ്ട് പോകുന്നവനെ വിജയി എന്ന് സംരംഭകരാരും വിളിക്കാറില്ല. ഞാൻ സത്യത്തിൽ രണ്ട് വെച്ച് ഒന്ന് മാത്രം ഇതുവരെ എടുത്തിട്ടുള്ള ഒരാളാണ്. ഒന്ന് വെച്ച് രണ്ടെടുത്തയാളല്ല. പിന്നെ എന്തിനാണ് നിങ്ങളോട് സംസാരിക്കാൻ എന്നെ വിളിച്ചതെന്ന് എനിക്കിപ്പോഴും അത്ഭുതമുണ്ട്. അദ്ദേഹം ഒരു ഇൻട്രൊഡക്ഷൻ തന്നത്, അതിൽ നിന്ന് എന്നെ ക്ഷണിച്ചതിൻ്റെ ഉദ്ദേശം വ്യക്തമാണ്. ലോകം കണ്ടു എന്ന ഒരു നേട്ടം മാത്രമാണ് എൻ്റെ ഈ 46 വർഷത്തെ ജീവിതം കൊണ്ടുണ്ടായത് എന്ന് ഞാൻ തിരിച്ചറിയുന്നു. അത് ഈ നിമിഷം തിരിച്ചറിയുന്നതല്ല. എൻ്റെ ജീവിതം ഇതെൻ്റെ ജീവിതമാണ് എന്ന് ഞാൻ തിരിച്ചറിഞ്ഞ കാലം മുതൽ എൻ്റെ സ്വപ്നം ഈ ലോകം കാണുക തന്നെയായിരുന്നു. പലപ്പോഴും ആളുകൾ ജീവിതത്തെക്കുറിച്ച് വ്യക്തമായ ഒരു ധാരണയുമില്ലാതെ ജീവിക്കുന്നവരാണെന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. അതെനിക്ക് തോന്നിയത് എൻ്റെ കുടുംബത്തിന് പുറത്തേക്ക് നോക്കിയപ്പോഴൊക്കെയാണ്. ഭാഗ്യവശാൽ ഞാൻ ജനിച്ചതും വളർന്നതും യാത്രകളെ ഇഷ്ടപ്പെടുന്ന, യാത്രകളെ സ്നേഹിച്ചിരുന്ന മാതാപിതാക്കളുടെ മകനായിട്ടാണ്. എന്നോട് ചോദിച്ചു, നിൻ്റെ ജീവിതത്തിൻ്റെ ലക്ഷ്യം എന്താണ്? 10ാം ക്ലാസ്സിലെ പരീക്ഷ കഴിഞ്ഞ ഒരു ദിവസം ഞാൻ പറഞ്ഞു, ടെലിവിഷനാണ് എൻ്റെ സ്വപ്നം. അപ്പോൾ ജേർണലിസം പഠിക്കണം, വേണം. മാധ്യമപ്രവർത്തനം പഠിക്കണം, വേണം. ശരി, അപ്പോൾ 3rd ഗ്രൂപ്പ് ആയിരിക്കും നിൻ്റെ ലക്ഷ്യം? അതെ. 3rd ഗ്രൂപ്പ് കേരളത്തിലെ ഏറ്റവും ഭംഗിയായി പഠിപ്പിക്കുന്ന ഒരു വിദ്യാലയം നമ്മുടെ സമീപത്ത് തന്നെയുണ്ട്. അത് ഞാൻ നടത്തുന്ന പാറൽ കോളേജാണ് എന്ന് പറഞ്ഞ് അദ്ദേഹം 3rd ഗ്രൂപ്പിന് പാലാ സെൻറ് തോമസ് കോളേജിലോ കുറവലങ്ങാട് ദേവമാതാ കോളേജിലോ വളരെ എളുപ്പത്തിൽ ലഭിക്കുമായിരുന്ന എൻ്റെ അഡ്മിഷൻ തന്നെ നിരാകരിച്ച് അവിടെ ചേർക്കുകയായിരുന്നു. പ്രീ ഡിഗ്രി ഫസ്റ്റ് ഇയറിൽ ഞാൻ എൻ്റെ ഒരു സുഹൃത്തിനെയും കൂട്ടി പിതാവിനോടൊന്ന് സൂചിപ്പിച്ച് മാത്രം ചെയ്തുകൊണ്ട് ദൂരദർശനിലേക്ക് എൻ്റെ ആദ്യ ടെലിവിഷൻ സംരംഭത്തിൻ്റെ ആശയവുമായിട്ട് യാത്ര ആരംഭിച്ചു. ദൂരദർശൻ്റെ ക്യാമ്പസിലൂടെ പലതവണ ആ വരാന്തകളിലെ ഓരോ ടൈലിൻ്റെയും ഷെയ്പ്പ് ഇന്നും എൻ്റെ മനസ്സിൽ പതിഞ്ഞു കിടക്കുന്ന അത്ര ദൃഢമായി പതിയത്തക്ക മട്ടിൽ ഞാൻ നിരന്തരം നടന്നിരുന്നു. പക്ഷേ ഒരു ദിവസം പ്രീ ഡിഗ്രിയുടെ 2nd ഇയർ പരീക്ഷയുടെ അടുത്ത നാളുകളിൽ ദൂരദർശനിൽ നിന്ന് ഒരു കത്തെനിക്ക് കിട്ടി. താങ്കളുടെ ഈ ആശയങ്ങൾ ദൂരദർശന് അനുയോജ്യമല്ലാത്തതിനാൽ തിരസ്കരിക്കുന്നു എന്നായിരുന്നു ആ കത്തിൻ്റെ ഉള്ളടക്കം. ദൂരദർശൻ്റെ വരാന്തയിലേക്ക് ചെന്നാൽ അവിടെ ജനപ്രവാഹമാണ്. ആരംഭിച്ചു കഴിഞ്ഞിട്ട് അധിക നാളുകൾ ആയിട്ടില്ലാത്ത ഏഷ്യാനെറ്റിൻ്റെ തിണ്ണയിലും ഇത്തരം സ്വപ്നവുമായി ഇന്ന് നിങ്ങളിവിടെ നിങ്ങളുടെ സ്വപ്നങ്ങൾ യാഥാർത്ഥ്യമാക്കുന്നതിനുള്ള ആശയങ്ങളുമായി ഇരിക്കുന്നത് പോലെ തന്നെ അക്കാലത്തെ 90കളുടെ ആദ്യ വർഷങ്ങളിലെ എല്ലാ ചെറുപ്പക്കാരുടെയും സ്വപ്നം എനിക്ക് തോന്നിയിട്ടുണ്ട്. അന്ന് ദൂരദർശനിലോ ഏഷ്യാനെറ്റിലോ ഒരു ടെലിഫിലിം അല്ലെങ്കിൽ ഒരു സീരിയൽ നിർമ്മിക്കുക, അല്ലെ സംവിധാനം ചെയ്യുക, അല്ലെങ്കിൽ അതിൽ അഭിനയിക്കുക എന്നതായിരുന്നുവെന്ന്. കാരണം അത്ര സ്വാധീന ശക്തിയായി ടെലിവിഷൻ വീടുകളിലേക്ക് കടന്നു വന്നൊരു കാലമായിരുന്നു. അല്പം പ്രതിഭയുള്ള, അല്പം ക്രിയേറ്റിവിറ്റി ഉള്ളിലുള്ള ഏതൊരു ചെറുപ്പക്കാരിയും അതിൻ്റെ ഭാഗമാകുക എന്നത് മാത്രമായിരുന്നു അക്കാലത്തെ സ്വപ്നം. എനിക്കൊരു കാര്യം മനസ്സിലായി, ഈ സ്വപ്നത്തിനൊപ്പം, ഈ കൂട്ടയോട്ടത്തിനൊപ്പം, ഈ മാരത്തോൺ ഓട്ടത്തിനൊപ്പം ഓടി സന്തോഷ് ജോർജ് കുളങ്ങര എങ്ങും എത്താൻ പോകുന്നില്ല എന്ന് ഏതാനും വർഷം കൊണ്ട് എനിക്ക് മനസ്സിലായി. പിന്നെ എന്താണ് എൻ്റെ മേഖല? കുറച്ചു കാലം ഒന്ന് പോസ് ചെയ്തു. പിന്നീട് എൻ്റെ ബാല്യകാലത്തിലെ ഏറ്റവും ആഹ്ലാദകരമായ ആ യാത്രകൾ പെട്ടെന്ന് മനസ്സിലേക്ക് വന്നു. എസ്.കെ. പൊറ്റക്കാടിൻ്റെ പുസ്തകങ്ങൾ വീണ്ടും ഒരിക്കൽ കൂടി, ബാല്യകാലത്ത് വായിച്ചതെല്ലാം ഒരിക്കൽ കൂടി ഈ ഇടവേളയിൽ വായിക്കുന്ന സമയത്ത് പെട്ടെന്നൊരാശയം മനസ്സിലേക്ക് കത്തി.
പൊറ്റക്കാട് അക്ഷരങ്ങൾ കൊണ്ട് പകർന്നു തന്ന ഈ അനുഭവം ദൃശ്യങ്ങൾ കൊണ്ട് നമുക്ക് പകർന്നു കൊടുക്കാൻ കഴിയില്ലേ? ഇന്ന് നമുക്ക് മൊബൈൽ ഫോണിൽ പോലും വീഡിയോ പകർത്താൻ കഴിയുമെങ്കിൽ 90കളുടെ ആദ്യ വർഷങ്ങളിൽ നിങ്ങൾക്ക് സങ്കല്പിക്കാൻ കഴിയാത്ത തരത്തിലായിരുന്നു ടെലിവിഷൻ പ്രൊഡക്ഷൻസ് നടന്നിരുന്നത്. ഇവിടെ വ്യത്യസ്തമായൊരു പാത വെട്ടിത്തുറന്നെങ്കിൽ മാത്രമേ, യുദ്ധം ചെയ്ത് തെളിച്ചെടുത്തെങ്കിൽ മാത്രമേ അത് സാധ്യമാകുള്ളൂ എന്ന് ക്രമേണ എനിക്ക് മനസ്സിലായി. മലയാളത്തിലെ അന്നത്തെയും ഇന്നത്തെയും സൂപ്പർ താരമായ മമ്മൂട്ടിക്ക് വേണ്ടി എൻ്റെ ഒരു സുഹൃത്ത്, ഒരു സ്റ്റുഡിയോ ഉടമ വരുത്തിയ ഒരു ക്യാമറ മമ്മൂട്ടിയുടെ ദൗർഭാഗ്യം കൊണ്ടും എൻ്റെ ഭാഗ്യം കൊണ്ടും കസ്റ്റംസ് പിടുത്തം വീഴുകയും അതിന് ഈ കൊണ്ടുവന്നയാൾക്ക് അതിന് വേണ്ട ഡ്യൂട്ടി അടയ്ക്കാനുള്ള പണം കയ്യിലില്ലാതെ വരികയും ആ ഡ്യൂട്ടി അടയ്ക്കാൻ മാത്രമുള്ള പണം കൃത്യം എൻ്റെ കയ്യിലുണ്ടാവുകയും ഞാനത് കൊണ്ടുപോയി അടച്ച് ആ ക്യാമറ അവിടെ നിന്ന് ഊരിയെടുക്കുകയും അത് ക്രമേണ എൻ്റേതായി മാറുകയും ചെയ്തു. ആ ക്യാമറയാണ് സഞ്ചാരം എന്ന സ്വപ്നം യാഥാർത്ഥ്യമാക്കാൻ എന്നെ സഹായിച്ചത്. അങ്ങനെ ഞാനും ഈ ക്യാമറയുമായി 1997 ഒക്ടോബർ 24 നേപ്പാളിലേക്ക് കൊച്ചിയിലെ സൗത്ത് റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് ആരംഭിച്ച യാത്ര ഇപ്പോൾ ഏറ്റവും അവസാനം ഉക്രൈൻ എന്ന രാജ്യത്തെ നിങ്ങൾ കേട്ടിട്ടുണ്ടാവാൻ ഇടയുള്ള ചെർണോബിൽ എന്ന ആണവ ദുരന്തത്തിൻ്റെ ഭീകരമായ കഥ പറയുന്ന ആ ആണവ നിലയത്തിൽ വരെ പോയി ചിത്രീകരിച്ച് ഞാൻ മടങ്ങിയെത്തിയിട്ട് 2 ദിവസങ്ങളേ ആയിട്ടുള്ളൂ. ഇപ്പോൾ എന്നെ അളന്നു നോക്കിയാൽ കുറച്ച് റേഡിയേഷൻ എൻ്റെ ശരീരത്തിലുണ്ട്. ഇവിടെയൊക്കെ ഞാൻ നിങ്ങളോട് പറയാൻ ശ്രമിക്കുന്ന കാര്യം, സഞ്ചാരത്തിലൂടെ അല്ലെങ്കിൽ ഞാൻ ഇഷ്ടപ്പെടുന്ന ഈ തൊഴിലിലൂടെ ഞാൻ നേടിയത് ഒരു പൈസ പോലും മിച്ചം നേടിയിട്ടുണ്ടെന്ന് എനിക്ക് തോന്നുകയല്ല, ഇല്ല. അതാണ് സത്യം. ഞാൻ ഈ സഞ്ചാരം ഉണ്ടാക്കി നേപ്പാളിലേക്ക് പോയി, പിന്നീട് മാൽദീവ്സിലേക്ക് പോയി, അതിനുശേഷം കിഴക്കനേഷ്യ, സിംഗപ്പൂർ, തായ്ലൻഡ്, മലേഷ്യയൊക്കെ പോയി. ഇതെല്ലാം കഴിഞ്ഞ് തിരിച്ചു വരുമ്പോഴും ഓരോ യാത്രയും കഴിഞ്ഞ് വരുമ്പോൾ ആ പരിപാടിയെ എഡിറ്റ് ചെയ്ത് ഒരു ട്രാവൽ പരിപാടിയാക്കി ദൂരദർശനിൽ ഞാൻ എത്തിക്കും, ഏഷ്യാനെറ്റിലെത്തിക്കും. ആ സമയമായപ്പോഴേക്കും കൈരളി TV ആരംഭിച്ചിരുന്നു, അവിടെ എത്തിക്കും. ഈ കാസറ്റുകൾ അവരുടെ ലൈബ്രറികളുണ്ട്. പ്രോഗ്രാം പ്രൊഡ്യൂസേഴ്സിനോട് കാര്യങ്ങൾ പറയും. അവർ അല്പം നെറ്റി ചുളിച്ചുകൊണ്ട് ചോദിക്കും, ഇതൊരു ഡോക്യുമെൻ്ററി സ്വഭാവമുള്ളതല്ലേ? അതെ, ഡോക്യുമെൻ്ററികളൊക്കെ ഇതാരും കാണുമോ ആളുകൾ? നിങ്ങളൊന്ന് കണ്ടു നോക്കൂ. അങ്ങനെ 97 മുതൽ 2001 വരെ ഈ 3 ചാനലുകളുടെയും ലൈബ്രറിയിൽ ആരാലും ശ്രദ്ധിക്കപ്പെടാതെ സഞ്ചാരം ഇരുന്ന ഒരു കാലവും ഉണ്ട്. സന്തോഷ്, ഈ പരിപാടി കൊള്ളാം, ഇത് നല്ല പരിപാടിയാണ്. ഇപ്പോഴാണ് ഞങ്ങളിത് കണ്ടത്, ശരിക്കും ഇതുവരെ കണ്ടിരുന്നില്ല. ഈ 4 വർഷത്തിനിടയ്ക്ക് അത് കണ്ടിരുന്നില്ല എന്ന സത്യം അദ്ദേഹം അപ്പോഴാണ് പറയുന്നത്. പക്ഷെ ഒരു കുഴപ്പമുണ്ട്, ഇതിന് നിങ്ങൾ ഉദ്ദേശിക്കുന്ന പ്രതിഫലമൊന്നും നൽകാൻ നിർവാഹമില്ല. ഞാൻ ചോദിച്ചു, എത്ര കിട്ടും? അദ്ദേഹം വീണ്ടും MD അടുത്ത് പോയി തിരിച്ചു വന്നിട്ട് എൻ്റെ അടുത്ത് പറഞ്ഞു, ഈ പരിപാടിക്ക് ഒരു പൈസയും പ്രതിഫലം തരാൻ നിർവാഹമില്ല. നിങ്ങൾക്ക് വേണമെങ്കിൽ ഇത് സംപ്രേഷണം ചെയ്തു തരാം ഞങ്ങൾ. അപ്പോഴേക്കും നിങ്ങൾക്കറിയാം, ഏതാനും വർഷങ്ങൾ ടെലിവിഷൻ എന്ന സ്വപ്നം മനസ്സിൽ താലോലിച്ച് നടക്കുന്ന ഒരു ചെറുപ്പക്കാരൻ, ബന്ധുക്കളും സുഹൃത്തുക്കളുമൊക്കെ ഇയാൾ ഇതാ ടെലിവിഷനിൽ എന്തോ ആകാൻ പോകുന്നു എന്ന് പ്രതീക്ഷയോടെയും പരിഹാസത്തോടെയും നോക്കി നിൽക്കുന്ന ഒരു കാലം. സഞ്ചാരം എന്നൊരു സ്വപ്നവുമായിട്ട് യാത്രകൾ തുടങ്ങിയിട്ട് വർഷം 5 ആകാൻ പോകുന്നു. അതിൽ ആദ്യ എപ്പിസോഡുകൾ ചിത്രീകരിച്ച് എഡിറ്റ് ചെയ്ത് കഴിഞ്ഞിട്ട് തന്നെ 4 വർഷമായി. ഈ 4 വർഷം കൊണ്ട് സുഹൃത്തുക്കളും ബന്ധുക്കളും ഒക്കെ വീഡിയോ കാസറ്റുകളായി ഇത് കണ്ടു കഴിഞ്ഞു. പക്ഷെ ഇപ്പോഴും സംപ്രേഷണം തുടങ്ങിയിട്ടില്ല. അക്കാലത്ത് എനിക്ക് എൻ്റെ ബന്ധു വീട്ടുകളിലേക്ക് പോകാൻ മടിയായിരുന്നു, ഭയമായിരുന്നു. ഇവരെങ്ങാനും ഇതിനെക്കുറിച്ച് ചോദിച്ചെങ്കിലോ എന്ന്. എനിക്കെൻ്റെ ബന്ധുക്കളുടെ സുഹൃത്തുക്കളുടെ മുഖത്ത് നോക്കാൻ ലജ്ജയായിരുന്നു. കാരണം 5 വർഷമായി സഞ്ചിയും തൂക്കി നടക്കുന്ന ഒരുത്തനെ ലോകം സഞ്ചരിച്ച, ലോകം കാണാൻ ഇറങ്ങിയ, നാട്ടുകാരെ ലോകം കാണിക്കാൻ ഇറങ്ങിയ ഒരുവനെ എങ്ങനെയാണ് നമ്മുടെ നാട്ടുകാർ അന്ന് കണ്ടിരുന്നതെന്ന് നിങ്ങൾക്ക് ഊഹിക്കാവുന്നതേ ഉള്ളൂ. തിരിച്ച് വീട്ടിലേക്ക് പോകണമോ എന്ന് പോലും ചിന്തിച്ച യാത്രകളായിരുന്നു അക്കാലത്തെ എൻ്റേത്.
പരാജയപ്പെട്ട് കഴിഞ്ഞു എന്ന് എനിക്ക് ഉറപ്പായിരുന്നു. ആ അവസ്ഥയിൽ അവസാനത്തെ അടിയാണ് ഏഷ്യാനെറ്റിൽ നിന്ന്. പരിപാടി കൊള്ളാം, പക്ഷേ ഇപ്പോഴത്തെ സ്ഥിതിയിൽ ഈ പരിപാടിക്ക് പൈസയൊന്നും തരാൻ നിർവാഹമില്ല. ഞാൻ അവിടെ ഒരു കസേരയിൽ മാറിയിരുന്ന് ചിന്തിച്ചു, ഇതിന് പൈസ വേണം എന്ന് ഞാൻ വാശി പിടിച്ചാൽ ഏഷ്യാനെറ്റ് ഈ പരിപാടി സംപ്രേഷണം ചെയ്യില്ല. പൈസ വേണ്ട എന്ന് ഞാൻ സമ്മതിച്ചാൽ ചിലപ്പോൾ അടുത്ത ആഴ്ച മുതൽ സംപ്രേഷണം ആരംഭിക്കും. എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്കെൻ്റെ നാട്ടിലേക്ക് ചെന്നിറങ്ങണമെങ്കിൽ ഏഷ്യാനെറ്റിൽ ഈ പരിപാടി സംപ്രേഷണം ചെയ്തേ പറ്റൂ. ഒരു എപ്പിസോഡെങ്കിലും ടെലിവിഷനിൽ വന്നാൽ എനിക്കെൻ്റെ വീട്ടിലേക്ക് ധൈര്യപൂർവ്വം കയറി ചെല്ലാം. അങ്ങനെ ഏകദേശം 2001 മുതൽ 2012 വരെ 1 രൂപ പോലും പ്രതിഫലം വാങ്ങാതെ ഞാൻ സഞ്ചാരം നിർമ്മിച്ചു കൊടുത്തുകൊണ്ടിരുന്നു. ഏഷ്യാനെറ്റ് ഒരു പൈസയും എനിക്ക് തന്നില്ലെങ്കിലും ഏഷ്യാനെറ്റ് എന്നെ ജീവിക്കാൻ പഠിപ്പിച്ചു കഴിഞ്ഞിരുന്നു. അപ്പോഴേക്കും ഞാൻ സഞ്ചാരം ഏതാനും എപ്പിസോഡുകൾ സംപ്രേഷണം ചെയ്തു കഴിഞ്ഞപ്പോഴേക്കും ഏഷ്യാനെറ്റിൽ നിന്ന് ഈ പറഞ്ഞ സുഹൃത്ത് തന്നെ, അദ്ദേഹത്തിൻ്റെ പ്രശ്നങ്ങൾ ആദ്യമേ പറഞ്ഞിരുന്നല്ലോ, പണത്തിൻ്റെ പ്രശ്നം, എൻ്റെ അടുത്ത് പറഞ്ഞു, പലരും ഏഷ്യാനെറ്റിൽ വിളിക്കുന്നുണ്ട്, ഇതിൻ്റെ CD കിട്ടുമോ എന്ന് ചോദിക്കുന്നുണ്ട്. ആ വിളിക്കുന്ന നമ്പറുകൾ നിങ്ങൾക്ക് തരാം, നിങ്ങൾക്ക് ഇതിൻ്റെ CDകൾ കുറച്ചൊന്ന് പ്രിൻ്റ് എടുത്തുകൂടെ. ഞാനത് വലിയ കാര്യമാക്കിയില്ല ആദ്യം. ഇനി അതിനും കൂടിയുള്ള പണം മുടക്കാൻ നമ്മുടെ കയ്യിലില്ല. വീണ്ടും ഏതാനും ആഴ്ചകൾ കഴിഞ്ഞപ്പോൾ ഏഷ്യാനെറ്റിൽ നിന്ന് പലരും വിളിക്കാൻ തുടങ്ങി, അവിടുത്തെ റിസപ്ഷനിസ്റ്റ് ഉൾപ്പെടെ. ഇവിടെ പലരും ഇങ്ങനെ വിളിക്കുന്നു, സഞ്ചാരം എന്ന് പറഞ്ഞ പരിപാടിയുടെ CD കിട്ടുമോ എന്ന് ചോദിക്കുന്നു. അപ്പോൾ എനിക്കൊരു തോന്നൽ, ഇത് CD ആക്കിയാലോ. അങ്ങനെ ഞാനും എഡിറ്റ് ചെയ്യുന്ന എൻ്റെ സുഹൃത്തും കൂടെ ചേർന്ന് ഞങ്ങളുടെ ഹോം കമ്പ്യൂട്ടറിൽ റൈറ്റ് ചെയ്ത് ഞങ്ങൾ തന്നെ ഉണ്ടാക്കിയൊരു സ്റ്റിക്കറൊക്കെ ഒട്ടിച്ച് ഈ CDകൾ വിൽപ്പന ആരംഭിച്ചു. ഇതധികം വിൽക്കില്ല എന്ന് അന്ന് തോന്നിയിരുന്നത് കൊണ്ട് ഏതാണ്ടൊരു വൈരാഗ്യ ബുദ്ധിയോടെ അതിന് ഞാൻ ഒരു സെറ്റിന് 3500 രൂപയും വിലയിട്ടു. അക്കാലത്ത് ആരും ഇടാത്ത വില. പക്ഷേ ഈ 3500 രൂപയ്ക്ക് നാട്ടുകാർ വാങ്ങാൻ തുടങ്ങി. ഞാൻ എന്ത് ചെയ്താലും അതിനെതിരായിരിക്കും നാട്ടിൽ നടക്കുക എന്ന് എനിക്ക് മനസ്സിലായി. സഞ്ചാരം അങ്ങനെ 12 വർഷം 100 കണക്കിന് സെറ്റ് CDകൾ വിറ്റു. ക്രമേണ ഒരു ടെലിവിഷൻ ചാനൽ പ്രവർത്തിക്കുന്നത് എങ്ങനെയെന്ന് എനിക്ക് ബോധ്യമായി. സഞ്ചാരം പോലൊരു പരിപാടി ആഴ്ചയിൽ ഒന്നേ നിർമ്മിക്കുന്നുള്ളൂവെങ്കിലും ആഴ്ചയിൽ എല്ലാ ദിവസവും എങ്ങനെ നിർമ്മിക്കാൻ കഴിയും എന്നെനിക്ക് വ്യക്തമായി. അതിനുള്ളൊരു ടീമിനെ ഞാൻ രൂപീകരിച്ചു. അതിനു വേണ്ട ടെക്നോളജി ഞാൻ ആർജിച്ചു. അപ്പോഴേക്കും സാങ്കേതിക വിദ്യകളാകെ മാറിയിരുന്നു. ഒന്നെനിക്ക് മനസ്സിലായി, ഏഷ്യാനെറ്റോ ദൂരദർശനോ മറ്റ് ചാനലുകളോ ഒക്കെ ആരംഭിച്ച കാലത്തെ എക്യുപ്മെൻറ്റ്സോ അത്രയേറെ മാൻ പവറോ അത്രയേറെ സന്നാഹങ്ങളോ ഒന്നുമില്ലാതെ ഇന്നത്തെ കാലത്ത് ബുദ്ധിപൂർവ്വം പ്രവർത്തിച്ചാൽ ഒരു ചാനലിനെ നിലനിർത്തിക്കൊണ്ടു പോകാൻ കഴിയുമെന്നെനിക്ക് മനസ്സിലായി. അങ്ങനെയാണ് ഒരു ദിവസം ഞാൻ വീണ്ടും ഒരു മണ്ടൻ തീരുമാനത്തിലേക്ക് എടുത്തു ചാടിയത്. സഞ്ചാരത്തെ ഒരു ടെലിവിഷൻ ചാനലാക്കി മാറ്റുക. സഫാരി എന്നൊരു ചാനൽ ആരംഭിക്കുന്നത് അങ്ങനെയാണ്. ഒരൊറ്റ രൂപയുടെ പോലും പരസ്യമില്ലാതെ 5-ാമത്തെ വർഷം പ്രവർത്തിക്കുന്ന കേരളത്തിലെ എന്ന് ഞാൻ പറയുന്നില്ല, ചിലപ്പോൾ ഇന്ത്യയിലെയോ ലോകത്തിലെ തന്നെയോ അപൂർവമായ ചാനലുകളിലൊന്നായിരിക്കും. ഒരാൾ എനിക്ക് പൈസ വേണ്ട എന്ന് വാശിയോടെ തീരുമാനിച്ചാൽ പിന്നെ ആർക്കും നിങ്ങളെ ഒന്നും ചെയ്യാൻ കഴിയില്ല എന്നതിൻ്റെ തെളിവാണ് സഫാരിയും സഞ്ചാരവും. പുതിയ സംരംഭകരാണെങ്കിൽ എനിക്ക് ഒരു കാര്യമേ പറയാനുള്ളൂ, പണമാവരുത് നിങ്ങളുടെ ലക്ഷ്യം. നിങ്ങളുടെ സ്വപ്നം യാഥാർത്ഥ്യമാക്കുക എന്നതാണ് നിങ്ങളുടെ ലക്ഷ്യമെങ്കിൽ, ആ സ്വപ്നമാണ് നിങ്ങളെ നയിക്കുന്ന ശക്തിയെങ്കിൽ, പണം നിങ്ങൾക്ക് വേണ്ട എന്ന് തന്നെ പണത്തോട് വൈരാഗ്യ ബുദ്ധിയോടെ നിങ്ങൾ ബിഹേവ് ചെയ്യാൻ തയ്യാറാണെങ്കിൽ നിങ്ങളൊരു വിജയമാകും. നിങ്ങളെ ഓടിച്ച് പുറകെ നടന്ന ആളുകൾ പണം തരുന്നൊരു സ്ഥിതിയിലെത്തും. പണത്തെ വെറുക്കാൻ നിങ്ങൾ പഠിക്കാൻ തുടങ്ങിയാൽ ജീവിതത്തിൽ വിജയമായി മാറും എന്ന് എനിക്ക് മനസ്സിലായിട്ടുണ്ട്. പണത്തെ അകറ്റി നിർത്താൻ ശ്രമിക്കുക. പണമല്ല നിങ്ങളുടെ ലക്ഷ്യമെന്ന് നിങ്ങൾ ഉറച്ചു ചിന്തിക്കുക, ഉറപ്പിച്ച് വിശ്വസിക്കുക. നിങ്ങളുടെ സ്വപ്നം
നിങ്ങളുടെ ആഗ്രഹങ്ങൾ, നിങ്ങളുടെ പാഷൻ, അതിനോടുള്ള ആത്മാർത്ഥമായ സ്നേഹം, അതിനെ വിടാതെ മുറുകെ പിടിക്കുക. പണം നിങ്ങളെ തേടി വരുമെന്നുള്ള കാര്യത്തിൽ സംശയമില്ല. പണം തേടി വരുന്നതല്ലത്. സമൂഹത്തിന്, നിങ്ങളുടെ ഉപഭോക്താവിന് നിങ്ങളെ ആവശ്യമായി വരും. അവരുടെ ആവശ്യബോധം നിങ്ങളെ നയിച്ചുകൊണ്ടേയിരിക്കും. നമ്മൾ കാണാത്ത കേരളത്തിലെ ചെറിയ 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 പ്രശ്നങ്ങളൊന്നും വലിയ പ്രശ്നങ്ങളല്ല എന്ന് ഈ ഷട്ടിലിൻ്റെ ചുവട്ടിലിരുന്ന് ഇങ്ങനെ സ്വപ്നം കാണുമ്പോൾ നമുക്ക് തോന്നും. ഇത്തരം ഷട്ടിലുകളുടെ ചുവട്ടിൽ പോയിരുന്ന് സ്വപ്നം കാണുക എന്നതാണ് ഞാൻ പറയുന്ന യാത്രകൾ എന്ന് പറയുന്നത്. എവറസ്റ്റിൻ്റെ മുകളിൽ പോയിരുന്നിട്ട് ചെറിയ സ്വപ്നങ്ങൾ കാണുമ്പോൾ നിങ്ങൾ എൻ്റെ ജന്മനാളായ പാലക്കാട്ടുമലയിലിരുന്ന് സ്വപ്നം കാണുന്നതിനേക്കാൾ വലിയ സ്വപ്നങ്ങൾ കാണാൻ ശീലിച്ചിട്ടുണ്ടാവും. ആ സ്വപ്നത്തിന് സ്വാഭാവികമായിട്ടും വലിപ്പം ഉണ്ടാവും. നമ്മൾ നമ്മുടെ കിണറുകളിൽ, ചെറിയ കുളങ്ങളിൽ കിടക്കുന്നതിന് പകരം സമുദ്രത്തിലേക്ക് ഇറങ്ങി നീന്താൻ തുടങ്ങുന്നു. അവിടെ നമ്മുടെ സ്വപ്നങ്ങളുടെ വലിപ്പം, അതിൻ്റെ മാഗ്നിറ്റ്യൂഡ് വലുതായി മാറുന്നു. ആ സ്വപ്നം നിങ്ങളെ മാത്രമല്ല, നിങ്ങൾക്ക് ചുറ്റുമുള്ളവരെയും സ്വാധീനിക്കാൻ തുടങ്ങുന്നു. വലിയ സ്വപ്നം കാണണമെങ്കിൽ വലിയ ആംബിയൻസിലേക്ക് നിങ്ങൾ പോകണം. നിങ്ങൾ പെട്രോണാസ് ടവറിൻ്റെ ചുവട്ടിൽ പോയിരുന്ന് കാണുന്ന സ്വപ്നം മറൈൻ ഡ്രൈവിലെ പഴയ ബാങ്ക് ഓഫ് കൊച്ചിയുടെ കെട്ടിടത്തിൻ്റെ ചുവട്ടിൽ പോയിരുന്ന് കാണുന്ന സ്വപ്നത്തിൻ്റെ പല മടങ്ങ് വലുതായിരിക്കും. ബുർജ് ഖലീഫയുടെ ചുവട്ടിൽ, അതിൻ്റെ ചുവരുകളിൽ ചാരി നിന്ന് മുകളിലേക്ക് നോക്കിക്കൊണ്ട് കാണുന്ന സ്വപ്നം, അല്ലെങ്കിൽ അതിൻ്റെ ഏറ്റവും മുകളിലത്തെ ഒബ്സർവേഷൻ ഡെക്കിൽ പോയി നിന്ന് ആ നഗരത്തെ ആകെ കണ്ടുകൊണ്ട് നിങ്ങൾ കാണുന്ന സ്വപ്നം, നിങ്ങൾ ഡ്രീം ചെയ്യുമ്പോൾ നിങ്ങളുടെ ഡ്രീം വലിയൊരു ഡ്രീമായി മാറുന്നത് നിങ്ങൾ തന്നെ അനുഭവിക്കും. എന്നെ സ്വപ്നങ്ങൾ കാണാൻ പഠിപ്പിച്ചതൊക്കെ ഈ യാത്രകളാണ്. ഈ യാത്രകളിലൂടെ നമ്മളെപ്പോലെ 5.5 അടി പൊക്കവും എന്നേക്കാൾ തൂക്കവും കുറഞ്ഞ കൊച്ചു മനുഷ്യരാണ് ഈ അത്ഭുതങ്ങളെല്ലാം സൃഷ്ടിച്ചു വെച്ചിരിക്കുന്നത് എന്ന് തിരിച്ചറിയുമ്പോൾ എങ്കിൽ പിന്നെ എനിക്കും എന്തുകൊണ്ടായിക്കൂടാ എന്ന തോന്നൽ എനിക്ക് സ്വയം ഉണ്ടാകുന്നു. നമ്മളെക്കാൾ കൊച്ചു മനുഷ്യരുടെ ഒരു സമൂഹത്തിൽ ജീവിച്ചുകൊണ്ട് അവരുമായിട്ട് മല്ലയുദ്ധം നടത്തുന്ന ആളുകളാകുമ്പോൾ നമ്മുടെ സ്വപ്നങ്ങളും അവരുടെ സ്വപ്നം പോലെ ചെറുതായി പോകുന്നു. അതാണ് നമ്മൾ യാത്ര ചെയ്യാത്തവന് സംഭവിച്ചു പോകുന്നത്. നമ്മളെക്കാൾ ചെറുതായ മനുഷ്യരുമായി കലഹിച്ച് ജീവിച്ച് തീർക്കാതെ വലിയവരുടെ ലോകത്തേക്ക് നടന്നു ചെല്ല്. എന്നിട്ട് അവർ കണ്ട വലിയ സ്വപ്നങ്ങളുടെ ഭാഗമാവുക, ആ സ്വപ്നങ്ങളുടെ ഷെയർ ഹോൾഡർ ആവുക. അതിനേക്കാൾ വലിയ സ്വപ്നങ്ങൾ നമുക്കും സാധ്യമാണെന്ന ആത്മവിശ്വാസം വളർത്തുക. അത് മാത്രം മതി എന്നാണ് എനിക്ക് തോന്നുന്നത്.